കേരളത്തിലെ പ്രതീക്ഷയായ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ പ്രതിഷേധ സമരത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ മണ്ഡലം പ്രസിഡന്റുമാര് പ്രിയപ്പെട്ട ശ്രീ ബിനു പാവയില് അടക്കം എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാതത്തിൽ ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രകടനത്തിൽ പങ്കെടുത്ത ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെയും വളരെ തികഞ്ഞാപരമാണ് സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ സെക്രട്ടറി ബഹുമാനായ ശ്രീ കുഞ്ഞില്ലപ്പള്ളിയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കേണ്ട അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. KPCCയുടെ തീരുമാനപ്രകാരം ഇതേപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ തയ്യാറായ ഇതിന്റെ ബന്ധപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് വൈദ്യുത മേഖലയിൽ അതിഭീമമായ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നടപടി എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിന് ഈ ഗവൺമെന്റ് തയ്യാറാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിശക്തമായി ഈ ധർണാ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട APCയുടെ സെക്രട്ടറി തമിഴിന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, സഹോദരി സഹോദരന്മാരെ കൂട്ടുക. ഇവിടെ നമ്മളെ സംബന്ധിച്ച് വളരെ അനിവാര്യമായ ഒരു സമരം. ഈ കേരളത്തെ 8 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഇവിടെ അധികാരത്തിൽ കയറിയപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞവർ ഇന്നെല്ലാം മുടിപ്പിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ സർക്കാരിനെതിരെയുള്ള ഏറ്റവും ശക്തമായ സമരത്തിന് തുടക്കമായത്. ഇവിടെ നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേരളത്തിൽ നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ UDF സർക്കാരിനെതിരെ നടത്തിയ സമരങ്ങൾ ഏറ്റവും അരോചകമായ രീതിയിൽ കള്ളക്കഥകൾ പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഒരു കള്ളക്കേസിൽ അദ്ദേഹത്തെ കുടുക്കാൻ ശ്രമിച്ച് ഒരു കമ്മീഷനെ വെച്ച് അദ്ദേഹത്തെ എന്താ പറയാ ചക്രവ്യൂഹത്തിൽപ്പെടുത്തുവാൻ ശ്രമം നടത്തിയ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് എല്ലാം ശരിയാവുന്ന പറഞ്ഞ് അധികാരത്തിൽ കയറിയിട്ട് എന്താ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്? ഇവിടുത്തെ ഏതൊരു സാധാരണക്കാരന് നീതി കൊടുത്തു, ഇവിടുത്തെ പാവപ്പെട്ടവന് നീതി കൊടുത്തു, ഇവിടുത്തെ കർഷകന് നീതി കൊടുത്തു, ഇവിടുത്തെ കർഷക തൊഴിലാളിക്ക് നീതി കൊടുത്തു, ഇവിടുത്തെ വൈദ്യുതി ഉപയോഗത്തിന് നീതി കൊടുത്തു. നിങ്ങൾക്കറിയാം, ഇലക്ട്രിസിറ്റിയുടെ കരാറ് ഉമ്മൻചാണ്ടി സർക്കാർ ദീർഘകാലത്തേക്ക് 2040 വരെ 25 വർഷത്തേക്ക് കൊടുത്തതാണ്. 4 രൂപ 29 പൈസക്ക് ദീർഘകാലത്തേക്ക് 70% നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന സാഹചര്യം, 30% ഇവിടെ ഉൽപാദനം നടത്തുന്ന സാഹചര്യം. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് നമ്മള് ദീർഘകാലത്തേക്ക് ഉമ്മൻചാണ്ടി ഏത് കാര്യം ചെയ്തു അതെല്ലാം ദീർഘവീക്ഷണത്തോടെ ചെയ്തേ. സ്മാർട്ട് സിറ്റി, കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട് ദീർഘകാലത്തേക്ക് കൊടുത്ത കരാറ്, വിഴിഞ്ഞം പോർട്ട്, അതുപോലെ തന്നെയാണ് ഈ ഇലക്ട്രിസിറ്റി കരാർ ദീർഘകാലത്തേക്ക് കൊടുത്തു.
വില കുറഞ്ഞ രീതിയിൽ. അവിടെ നിന്നാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അന്ന് തൊട്ട് KSEBയുടെ മാത്രമല്ല നമ്മുടെയൊക്കെ ഗതികേട് തുടങ്ങി ഇല്ലേ? ആ ഗതികേട് എന്നുള്ളതിന്റെ ഒരു പര്യായമായി ഈ സർക്കാർ മാറിയിരിക്കുക. എന്തെങ്കിലും സാധാരണക്കാരന് നീതി കിട്ടുന്ന എന്താണ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ്? എന്താണ് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് ഉത്തരം പറയുന്നത്. ഇങ്ങനെ വൈദ്യുതി ചാർജ് കൂട്ടുന്ന സാഹചര്യം ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത ആ കരാറിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഉണ്ടാകുമോ? അപ്പോ നിങ്ങളും നിങ്ങളുടെ കമ്മീഷനും ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ആ കരാറിനെ റദ്ദാക്കിച്ചു. എന്നിട്ട് ഹ്രസ്വകാല കരാറായി അത് കഴിഞ്ഞ് വീണ്ടും ദീർഘകാലത്തേക്ക് മാറ്റി. അപ്പൊ അവർക്ക് കേസിന് പോയപ്പോ അവർക്ക് അനുകൂലമായി കോടതി വിധിച്ചു. ഇപ്പോ ഈ ദീർഘകാല കരാറിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഈ കമ്പനികളെ സഹായിക്കുമല്ലേ സർക്കാർ ചെയ്തത്? സർക്കാരിന്റെ ഏറാണൂലുകളായി ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ മാറി. അതുകൊണ്ട് ആ പാർട്ടി നോമിനികളാ, പാർട്ടിയുടെ തീരുമാനം. രാഷ്ട്രീയം വരുമ്പോൾ ഇത്രയും ജനവഞ്ചന നടത്തിയ ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും ജനവഞ്ചകനായ ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. വന്ന മാർഗം ശ്രദ്ധിച്ചാൽ മതി, വന്ന മാർഗം നോക്കിയാൽ മതി. എങ്ങനെയാണ് അധികാരത്തിൽ കയറിയതെന്ന്, അധികാരത്തിൽ കയറിയതിനു ശേഷം 8 വർഷം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നോക്കിയാൽ മാത്രം മതി. ജനവഞ്ചനയുടെ പര്യായമായി ഈ ഗവൺമെന്റിൽ കാണുന്ന ജനങ്ങൾ ഒരു സംശയവും വേണ്ട, ശക്തമായി പ്രതികരിച്ചിരിക്കും. പ്രതികരണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കറിയാം പാലക്കാട് മിന്നുന്ന വിജയം, വയനാട് മിന്നുന്ന വിജയം. ചേലക്കരയിൽ കുറച്ച് വോട്ടുകൾ വ്യത്യാസത്തിൽ മാത്രമാണ് നമ്മൾ പരാജയപ്പെട്ടത്. വലിയ ഒരു മുന്നേറ്റം അവിടെ നടത്തുവാൻ UDFന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അവിടെയെല്ലാം കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ ഹിതം തെളിയിച്ചു. ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. ഇങ്ങനെ ഒരു സർക്കാരിന് ജനങ്ങളെ വഞ്ചിക്കാൻ സാധിക്കും. ഇപ്പൊ പറയുന്നത് എന്തറിയോ? 250 കോടി രൂപ കൊടുത്ത് മെസ്സിയെ കൊണ്ടുവരുമെന്നാ പറയുന്നത്. ഇവിടെ സാധാരണക്കാരന്റെ കടം കയറി മുടിയുന്ന സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നു. 250 കോടി കൊടുത്ത് എന്തിനാണ് മെസ്സിയെ കൊണ്ടുവരുന്നത്? ഞാൻ പറയുന്ന 250 കോടി വയനാട്ട് ദുരന്തത്തിന് കൊടുക്കാൻ പേരെ ഒരു വീട് ഈ സർക്കാരിന്, മുഖ്യമന്ത്രിക്ക് ആ കസേരയിൽ ഇരിക്കാൻ നാണമുണ്ടോ? വയനാട്ടിൽ 1000 വീട് പണിയെടുത്ത് ഒരു വീട് പോലും പണിയാൻ സാധിച്ചിട്ടില്ല. ഒരു വീട്. ഫിലോകാലിയ എന്ന് പറഞ്ഞ ഒരു സംഘടന നാളെ 4 വീട് നമ്മൾ മണ്ഡലത്തിൽ കൊടുക്കുന്നു. നമ്മുടെ വേറെ 5 വീട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന 51 വീടിന് സഹായം അവർ നൽകുന്നുണ്ട്. ആ ഫിലോകാലിയ 10 വീട് വയനാട് കൊടുത്തു കഴിഞ്ഞു. ഈ ഗവൺമെന്റിന്, ഒരു സന്നദ്ധ സംഘടനയ്ക്ക് അത്രയും സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഈ സർക്കാരിന് സാധിക്കുന്നില്ല? ആർജവത്വമില്ല, മുഖ്യമന്ത്രിക്ക് ആർജവത്വമില്ല, പിണറായി വിജയൻ ആർജവത്വമില്ല. ഉമ്മൻചാണ്ടി ആയിരുന്നു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉമ്മൻചാണ്ടി ആയിരുന്നു ഇവിടെ മുഖ്യമന്ത്രിയെങ്കിൽ, അല്ലെങ്കിൽ ഭരണം നടത്തിയ UDF ആണെങ്കിൽ, മറ്റൊരു UDF മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ സാഹചര്യം? അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് ഓരോ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ വലിയ വൈദ്യുതി നിരക്ക് വർധനവ് നടത്തിയിരിക്കുക. എന്തിനു വേണ്ടി? ഇവിടുത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി. കൊള്ളയടിച്ച് സർക്കാർ എങ്ങോട്ടാ പോകുന്നത്? എല്ലാത്തിനും K ഇട്ടിട്ടുണ്ട്. K ഫോൺ, K റെയിൽ, C പ്ലെയിൻ മാത്രം K അല്ല, C ആണ്. അത് ചേർത്ത C അവിടെ ഉള്ളതുകൊണ്ടാണ്. ബാക്കിയല്ല K ആ. പക്ഷെ നമുക്ക് ഇപ്പൊ മനസ്സിലായി Kയുടെ ഫുൾ ഫോം കൊള്ള എന്നുള്ളതാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്. കൊള്ളയടിക്കാൻ വേണ്ടി ഫോൺ കൊണ്ടുവരിക, കൊള്ളയടിക്കാൻ വേണ്ടി വയറ് കൊണ്ടുവരിക, കൊള്ളയടിക്കാൻ വേണ്ടി ഓരോ പരിപാടികൾ കൊണ്ടുവരും. മനസ്സിൽ പറയുന്നത് കൊള്ളയെന്നും പുറത്ത് പറയുന്ന കേരള എന്നുമാണ്.
ഞങ്ങൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ഈ കെ ഇട്ടിരിക്കുന്നത്. പക്ഷെ പുറത്ത് പറയുന്നത് കേരള എന്നാ. അല്ലെങ്കിൽ ഇത്രയും ഫോണുകളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ ഒരു കെ ഫോണിന്റെ പ്രസക്തി ഉണ്ട്. ഇനി മെസ്സിക്ക് കൂടെ കെ ഇട്ടാ മതി. കെ മെസ്സി ഇല്ലേ? കെ മെസ്സി. ഞങ്ങൾ കെ മെസ്സിയെ കൊണ്ടുവരുവാൻ 250 കോടി, 1-2 രൂപയല്ല, വല്ല 10-15 കോടി എന്തെങ്കിലും. പിന്നെ അതുകൊണ്ടാ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഈ ഫുട്ബോളിന്റെ ആരാധകരുള്ളത്. അവര് പറഞ്ഞു ഞങ്ങൾ TV കണ്ടോളാം, ആ കാശ് വയനാടിന് കൊടുത്തേക്കാൻ. മെസ്സിയെ ഞങ്ങൾ TV കണ്ടോളാം, വയനാടിന് കാശ് കൊടുത്തേക്കാൻ. നമ്മളിപ്പോ കൂരോപ്പടയാണല്ലോ നിൽക്കുന്നത്. കൂരോപ്പടയിൽ ഞാനൊരു MLA എന്ന നിലയ്ക്ക് തന്നെ ഒരു ടർഫ് കൊണ്ടുവന്നുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ മെഡിക്കൽ ട്രസ്റ്റുമായിട്ട് ചർച്ചയിലാണ് എങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച്. നമുക്ക് 1.5 സ്ഥലം, 1.5 ഏക്കർ അവിടെ തരാമെന്നുള്ളൊരു വാഗ്ദാനം നമുക്കുണ്ട്. ഫൗണ്ടേഷന് വേണ്ടി ഹോസ്പിറ്റൽ തരാൻ ഒരു വാഗ്ദാനം അവിടെ തന്നിട്ടുണ്ട്. മറ്റൊരാള് തന്നത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഹരിച്ചേട്ടന് 50 സെന്റ്. അതുപോലെ മറ്റൊരാൾ പുറപ്പെടക്കാരൊക്കെ വലിയ മനസ്സുള്ളവരാ. ആ വലിയ മനസ്സിന്റെ പ്രതീകമായിട്ടാണ് പ്രസിഡന്റ്. പൂർവ്വപ്പടക്കാരെ പറ്റി പറയുമ്പോൾ പ്രസിഡന്റ് വേണ്ടേ? അപ്പൊ വലിയ മനസ്സുള്ളവരാ. അപ്പം ഒരാള് 1/2 ഏക്കർ തന്നു, അടുത്തയാള് 1.5 ഏക്കർ. പൂർവ്വപ്പടയ്ക്ക് മാത്രമല്ല, പുതുപ്പള്ളിക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി 1.5 ഏക്കർ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവരുവാൻ ശ്രമിക്കുക, തരാൻ ശ്രമിച്ചിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഞാൻ MLAക്ക് ചെറിയൊരു കാലം കൊണ്ട് ഒരു ടർഫ് പണിയാമെങ്കിൽ ഒരു സർക്കാരിന് 140 മണ്ഡലത്തിനും ഇതേപോലെ കാര്യങ്ങൾ ചെയ്തു. ഒരു MLA ആയി എനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എത്രയോ പേരും ഹരിച്ചേട്ടനെ കൂട്ട് എത്രയോ പേര് അറിയുക. തിമോത്തിയോസ് തിരുമേനി അദ്ദേഹമാണ് 1.5 ഏക്കർ തരാമെന്ന് പറഞ്ഞത്. എത്ര പേര് കേരളത്തിൽ കാണും മറ്റുള്ളവർക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നവർ? നമ്മുടെ പാമ്പാടിയിലെ ഇല്ലം എത്ര ഏക്കറാണ് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി സ്ഥലം നമുക്ക് തന്നിരിക്കുന്നത്? കൈതമറ്റമില്ലം. അങ്ങനെ എത്ര ആളുകൾ ഈ നാട്ടിൽ കാണും? എനിക്ക് സ്ഥലം തരിക മാത്രമല്ല, മാളിയേക്കൽ ട്രസ്റ്റ് അവിടെ ടർഫ് പണിഞ്ഞു തന്നു. മറ്റൊരു ട്രസ്റ്റ് ഇതേപോലെ ഒരു ഡോക്ടറും വൈഫും അയർക്കുന്നത്ത് സ്ഥലം വിട്ടു തന്നു. അവിടെ മറ്റൊരു ട്രസ്റ്റ് ബാഡ്മിന്റൺ കോർട്ട് പണിഞ്ഞു തരുന്നു. എറ്റേണിറ്റി പൂൾസ് എന്ന് പറയുന്ന ഒരു പൂൾസ്, ഏറ്റവും മികച്ച പൂൾസുകൾ, സ്വിമ്മിംഗ് പൂളുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് മീനത്തിന്റെ പുതുപ്പള്ളിയുടെ ബോർഡറിൽ മീനത്താണത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ചെയ്തു തരികയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു MLA എന്ന നിലയ്ക്ക് എനിക്ക് 3 സ്ഥലത്ത് ഇത്രയും ചെയ്യാമെങ്കിൽ ഒരു സർക്കാർ എന്ന നിലയ്ക്ക് എന്തുമാത്രം വികസനം സ്പോർട്സിന്റെ രംഗത്ത് അല്ലെങ്കിൽ ഏത് രംഗത്താണെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും? ഈ സർക്കാർ ആർജവത്തെ കാണിക്കാത്ത എന്താ? ആൾക്കാരോട് ചോദിക്കാത്ത എന്താ? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ ഇത്? നമ്മുടെ നാടിന് വേണ്ടിയല്ലേ? അപ്പോൾ ഈ സർക്കാരിന് അങ്ങനെയൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ എഴഞ്ഞു പോയാൽ മതി. അങ്ങനെ എഴഞ്ഞു നീങ്ങുന്ന സർക്കാരാണ് ഈ പോകുന്നതിനിടയ്ക്ക്. 26 വരെ സമയമുള്ളൂ കേട്ടോ. 26 കഴിഞ്ഞാൽ കെട്ടിയും കൂട്ടി പിണറായി വിജയനും കൂട്ടർക്കും അറബിക്കടലിലേക്ക് പോകേണ്ട സാഹചര്യം എന്നുള്ളതായിരിക്കും പറയാനുള്ളത്. പിന്നെ പോകാൻ വഴിയൊന്നും വേറൊന്നും ഇല്ലല്ലോ. അറബിക്കടലേ ഉള്ളു വഴി, ബാക്കി അങ്ങോട്ടാ പോകുന്നത്. ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമില്ല. ഈ ഒരു സമരം സൂചന മാത്രമാണ്. പിന്നെ പുതുപ്പള്ളിയോട് കാണിക്കുന്ന അനീതിയെ കുറിച്ച് ഞാൻ ലിസ്റ്റ് എടുക്കാൻ തുടങ്ങിയ എനിക്ക് ലിസ്റ്റ് തീരാതെ വരും. പരിയാരത്തെ മെഡിക്കൽ മൃഗാശുപത്രി, മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ സംവിധാനം അത് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഷിഫ്റ്റ് ചെയ്തു. ഇന്നലെ ഒരു ബസ് പുതുതായിട്ട് തുടങ്ങി. എവിടുന്നറിയാമോ? പാമ്പാടിയിൽ നിന്ന് പൊത്തമ്പലത്തിൽ തുടങ്ങി പുതുപ്പള്ളി വഴി SN പുരം അങ്ങനെ യാത്ര ചെയ്യുന്ന ഞാൻ അതിന്റെ റീല് കണ്ടപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ സംഭവം വരുന്നത്. തീരുമാനമെടുത്തപ്പോഴാ ഞാനും കൂടി ഭാഗമായ ട്രാൻസ്പോർട്ട് അസംബ്ലി പുതുപ്പള്ളി വെച്ച് നടന്നു. നിങ്ങൾ പലരും വന്നു, നിങ്ങളെയൊക്കെ ക്ഷണിച്ചു. അതിനകത്ത് തീരുമാനമെടുത്തു, ഇങ്ങനെ ഒരു ബസ് നമുക്ക് തുടങ്ങണമെന്ന് പറഞ്ഞു.
തീരുമാനിച്ചു. അവര് പറഞ്ഞു പറ്റത്തില്ല. കുറച്ച് കഴിഞ്ഞ് ഇന്നലെ ഞാൻ നോക്കുമ്പോ റീല് വരുന്നു, ബസ് വന്നു. ഇതാ ഇപ്പൊ പരിപാടി. അത് കഴിഞ്ഞ് വൃദ്ധസദനം ഇവിടുന്ന് മാറ്റാൻ ശ്രമിച്ചു. ആ വൃദ്ധസദനം നടത്തിയ സമരങ്ങൾ, മാറ്റുന്നതിന് നടത്തിയ സമരങ്ങൾ ഞാൻ ചോദിക്കട്ടെ, കടുത്തുരുത്തിയിൽ ഒന്ന് തുടങ്ങണമെങ്കിൽ തുടങ്ങാം. പക്ഷെ ഇവിടുന്ന് കൊണ്ടുവന്നതിന് ഇവിടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നല്ലേ. അവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും അവിടുന്ന് മാറാൻ താല്പര്യമില്ല. നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ ഒരു നിർബന്ധം? അപ്പൊ പുതുപ്പള്ളിയോട് ഒരു നയം, പുതുപ്പള്ളിയുടെ ഒരു ചിത്രനയം, ആ ചിത്രനയം ഇന്നും തുടരുക. അതുകൊണ്ടൊന്നും കാര്യമില്ല. എത്ര അവഗണിച്ചാലും ഞങ്ങള് ഉമ്മൻചാണ്ടിയുടെ പട്ടാളമാണ് പുതുപ്പള്ളിയിലുള്ളതെന്ന് സധൈര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ വെറുപ്പ, ആ വെറുപ്പ് നിങ്ങൾ വെച്ചോണ്ടിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വെറുപ്പ്, അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്തപ്പോൾ, ബലാത്സംഗത്തിന് കള്ളക്കേസ്, ആ കേസെടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. യാതൊരു സംശയമില്ല. രാഷ്ട്രീയമായുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. അദ്ദേഹവും ഞാനും എന്റെ മാതാവ് ഒന്നും ഉറങ്ങാത്ത രാത്രിയാണ്. ഞങ്ങളാരും മറന്നിട്ടില്ല. ആ മാതൃക ഇനിയും പിന്തുടരുക തന്നെ ചെയ്യും. കല്ലെറിഞ്ഞവരോട് എനിക്ക് കെട്ടിവെക്കാൻ കാശ് തന്നത് എന്റെ പിതാവിനെ കല്ലെറിഞ്ഞ വ്യക്തിയുടെ മാതാവാണ്. എന്റെ പിതാവ് അദ്ദേഹം ഒരു സംഘടനയുടെ സ്വഭാവം മാറ്റാൻ പറ്റൂ. എത്ര ആട്ടും തോലിട്ടാലും ചെന്നായി എപ്പോഴും ചെന്നായിയുടെ പണി തുടങ്ങും, അല്ലേ ചേട്ടാ? അപ്പൊ ചെന്നായിയുടെ പണി ചെന്നായി തുടരും, നമ്മുടെ പണി നമ്മൾ തുടരും. നമ്മുടെ പണി എന്താ? ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി, ഇവിടുത്തെ കർഷകന് വേണ്ടി, കർഷക തൊഴിലാളിക്ക് വേണ്ടി, ഇവിടുത്തെ ഓരോ അമ്മമാർക്ക് വേണ്ടി പോരാട്ടം നടത്തുക എന്നുള്ളതാ. ഇന്ന് പെൻഷൻ കിട്ടാനില്ല. പെൻഷൻ കിട്ടില്ലാത്ത കാര്യം പറഞ്ഞ അപ്പ പറയും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു. ഇല്ലാത്ത കഥ ശ്രീ PC വിശ്വനാഥ് MLA കൃത്യമായി അസംബ്ലിയിൽ പൊളിച്ചു കൊടുത്ത കഥയാണ്. അസംബ്ലിയിൽ ഇതേ കാര്യം പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 60 മാസം കിട്ടിയില്ല. അപ്പം PC വിശ്വനാഥ് പറയുന്നതിന് ചോദിച്ചു, അതൊന്ന് രേഖ ഒന്നും തരാമോ? അവിടെ പിന്നെയില്ല. ഇപ്പൊ ഇങ്ങനെ കള്ളക്കഥകൾ പറയാ. ഇപ്പം കള്ളക്കഥകളുടെ കൂട്ടത്തിൽ നിരയുണ്ട്, നിര. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഇത് ചിലരും സ്നേഹം അണിഞ്ഞ് കുറച്ചു പേര് നടക്കുന്നത്. സ്നേഹം അണിഞ്ഞ് കുറച്ചു പേര് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാനെങ്ങാനും പോകുന്ന ആർക്കെങ്കിലും ഒരു ആഗ്രഹം. ഒരു മിനിറ്റ് ഞാൻ പറയാം. അങ്ങനെ ആഗ്രഹം പറയുക, ചിന്തിക്കുക. 25 വർഷമേ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി നടന്നതാണ്. എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തപ്പോഴും, എനിക്ക് ഏതൊക്കെ സ്ഥാനം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ജീവൻ കളഞ്ഞാലും കോൺഗ്രസ് പാർട്ടി വിട്ട് ഒരിടത്ത് പോകത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്ത് വന്നാലും ശരി. എന്റെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് പുറത്താക്കിയപ്പോഴും ഞാൻ എപ്പോഴും പറഞ്ഞ പാർട്ടിയാണെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു നിലപാടാണ് എനിക്കുള്ളത്. പിന്നെ ചിലര് അവരുടെ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോകും. ഇപ്പൊ നല്ലൊരു പഴം കണ്ട എല്ലാവരും അത്, അല്ലെങ്കിൽ നല്ലൊരു കാര്യം കണ്ട അവർക്ക് വേണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ ഞാൻ കരുതുന്നു. അവര് നോക്കിയ ഇപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആഗ്രഹങ്ങൾ അവർ പറയുന്നു. അവർക്ക് മനസ്സിലാകാത്തത് ഞാൻ ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയാണ്. ഈ പാർട്ടിയുടെ എല്ലാമായ ഉമ്മൻചാണ്ടിയുടെ മകൻ. അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി സഹിച്ച ത്യാഗം. എനിക്ക് ഒറ്റ നേതാവുള്ളൂ, അത് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി 4000 കിലോമീറ്റർ നടന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നടന്നതാണ്. ഈ രാജ്യത്തെ ഐക്യം കൊണ്ടുവരുവാൻ വേണ്ടി, ഈ രാജ്യത്ത് ഒരുമ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിനോടൊപ്പം ശ്രമിച്ച ആ ഒരാൾക്ക് അങ്ങനെ പോകാൻ പറ്റുന്ന ആരെങ്കിലും ചിന്തിച്ചാൽ പോലും അവർ വിഡ്ഢികളാണ്. ഞാൻ പറയും, ചിന്തിക്കുന്നവർ വിഡ്ഢികളാണ്.
കാരണം അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ അവിടെ MLA പറഞ്ഞു നമുക്കൊന്ന് ഡാൻസ് കളിക്കണം, ഒന്ന് വെള്ളോട്ട് കളിക്കണം, കുട്ടികളിലോടൊപ്പം ഡാൻസ് കളിക്കണം. ഡാൻസ് കളിക്കാൻ ഞാനും കയറി, കുട്ടികളോടൊപ്പം കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ്, ഇവന്റെ പോക്ക് ശരിയല്ല. എങ്ങോട്ടുള്ള പോക്കാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവന്റെ പോക്ക് ശരിയല്ല. ഇത് കട്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ആശംസ പറഞ്ഞു, ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു, അവിടുത്തെ വികസനത്തെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ കർഷകരെ കുറിച്ച് പറഞ്ഞു. അതൊന്നുമില്ല, ഡാൻസ് മാത്രം. ഞാനിവിടുത്തെ കുട്ടികളുമായിട്ട് എല്ലാ കുട്ടികളുമായിട്ട് സഹകരിച്ചാണ് പോകുന്നത്. പ്രായമായിട്ടുള്ളവരെ കാട്ടി കൂടുതൽ സാധാരണ കുട്ടികളായിട്ടാണുള്ള പരാതി എന്നെ കുറിച്ച്. അപ്പോൾ നമ്മള് ഒരു നിലപാടെടുത്താൽ നിലപാടിൽ ഉറച്ചു നിൽക്കുവാൻ കഴിവുള്ള ആഗ്രഹത്തുള്ളൂ. അത് എന്തെങ്കിലും കാണിച്ചിട്ട് എന്നെ ആർക്കെങ്കിലും നേടിയെടുക്കാൻ വിചാരിക്കണ്ട, ഏതൊക്കെ സ്ഥാനം തന്നിട്ട് എന്നെ നേടിയെടുക്കാൻ ആരും വിചാരിക്കണ്ട. കാരണം എന്റെ രക്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രക്തമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പരിപാടിക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. മഹിളാ കോൺഗ്രസിന്റെ ഇന്നത്തെ ധർണാ സമരത്തിന്റെ